സ്റ്റേറ്റ് സ്കാൻ. മമതയുടെ പശ്ചിമ ബംഗാളിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും? അതൊരു ഒന്നാന്തരം ചോദ്യമാണ്. അത് ഒന്നാന്തരം അല്ല, ഒരു $1,00,000 ചോദ്യം വേറെയും കിടക്കുന്നുണ്ട്. ഒരു കുടക്കീഴിൽ മത്സരിക്കുന്ന കോൺഗ്രസിനും CPIM-നും അവിടെ എത്ര സീറ്റ് കിട്ടും? ഇന്ത്യ സഖ്യം ഇല്ലാത്ത ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, BJP, ഇടതു കോൺഗ്രസ് സഖ്യം എന്നിവർ തമ്മിലുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത്. 42 മണ്ഡലങ്ങളുള്ള ബംഗാളിൽ 25 സീറ്റുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വെക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലവും സ്വന്തമിടം അടയാളപ്പെടുത്തിയ മണ്ണാണ് പശ്ചിമ ബംഗാൾ. ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ ഉൾക്കടൽ പോലെ കലുഷിതമാണ് വംഗരാഷ്ട്രീയം. മറ്റൊരു രാഷ്ട്രീയ ദശാസന്ധിയിലാണ് പശ്ചിമ ബംഗാൾ. സ്വാതന്ത്ര്യാനന്തരം 3 പതിറ്റാണ്ടോളം കോൺഗ്രസിന്റേതായിരുന്നു പശ്ചിമ ബംഗാൾ. 70കളിലാണ് ഇടതുഭരണത്തിന് വഴിമാറിയത്. പിന്നീട് 3.5 പതിറ്റാണ്ടോളം ചെങ്കോട്ട. നന്ദിഗ്രാമിലും സിംഗൂരിലും പാളിപ്പോയ വ്യവസായ വിപ്ലവ ശ്രമങ്ങളാണ് CPIM-ന്റെ അടിവേരിളക്കിയത്. കർഷകരുടെ പട നയിച്ച മമതാ ബാനർജി 2011 അധികാരത്തിലേറി. ഇപ്പോഴും തുടരുന്നു. പിന്നീടിങ്ങോട്ട് വോട്ടും സീറ്റും വർദ്ധിപ്പിച്ചിട്ടേയുള്ളൂ തൃണമൂൽ കോൺഗ്രസ്. വാരിപ്പുണരാൻ നിൽക്കുന്ന ബംഗാളി ഭദ്രലോകിന്റെ മനസ്സ് അമിത്ഷാ തിരിച്ചറിഞ്ഞതോടെ കഴിഞ്ഞ തവണ വങ്കനാട്ടിൽ നിന്നും 18 പേർ താമര ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് ജയിച്ചു കയറി. ഭദ്രലോക് എന്നാൽ ബ്രാഹ്മണരും കായസ്ഥരും വൈദ്യവിഭാഗവും ഉൾപ്പെടുന്നവർ. ഇത്തവണ 400-ലേറെ സീറ്റ് എന്ന പ്രഖ്യാപിത ലക്ഷ്യം നേടണമെങ്കിൽ 42 സീറ്റുകളുള്ള ബംഗാളിൽ BJPക്ക് മുന്നേറ്റം അനിവാര്യമാണ്. കഴിഞ്ഞ തവണ 23 കിട്ടിയെങ്കിൽ ഇത്തവണ 40-ലേറെ എന്നതാണ് മുദ്രാവാക്യം. മാ മട്ടി മനുഷ്. ബംഗാളി മൃദുവികാരമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിജയരഹസ്യം. 2019 തിരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടങ്ങളിൽ BJPക്ക് തിരിച്ചടിയായത് കൊൽക്കത്തയിൽ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രതിമ തകർക്കപ്പെട്ട സംഭവമായിരുന്നു. ഇത്തവണ തൃണമൂൽ മുദ്രാവാക്യത്തെ പരിഹസിച്ച് ദിലീപ് ഘോഷ് നടത്തിയ പരാമർശം തുടക്കത്തിലെ TMC പ്രചരണ ആയുധമാക്കിയിട്ടുണ്ട്. ഇത്തവണ സന്ദേശ് ഖാലിയാണ് BJPയുടെ പ്രധാന ആയുധം. തൃണമൂൽ നേതാക്കളുടെ അഴിമതി പ്രചാരണ വിഷയമാകുമ്പോൾ EDയും CBIയും ബംഗാളിൽ വട്ടമിട്ട് പറക്കുകയാണ്. ഈ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ സഖ്യം വേണ്ട എന്നായിരുന്നു മമതയുടെ തീരുമാനം. ദീദി വെച്ചു നീട്ടിയ 2 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടാൻ കോൺഗ്രസ് തയ്യാറായില്ല. ഒറ്റച്ചങ്ങാതിയായി ഇടതുമതിയെന്ന് PCC അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൗധരി തീരുമാനിച്ചു. 20 ആണ്ട് മുൻപ് ഒന്നാം UPA സർക്കാരിനെ CPIM ചൂണ്ടുവിരലിൽ നിർത്തിയത് ഭദ്രലോക് വോട്ടുകളുടെ ബലത്തിലാണ്. പല തോൽവികളറിഞ്ഞ പഴയ പടക്കുതിരകൾ പലരും ഇത്തവണ പോരാട്ടത്തിനില്ല. പുതുമുഖങ്ങളാണ് CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലിമിനൊപ്പം അടർക്കളത്തിൽ ഇറങ്ങുന്നവരിൽ കൂടുതൽ. 24 മാത്രമാണ് ഇടതു പാർട്ടികൾ മത്സരിക്കുന്നത്. പുതിയ സഖ്യകക്ഷിയായ ISFന് 6 സീറ്റുകൾ ഇടതുപക്ഷം നൽകി. 12 സീറ്റുകളാണ് കോൺഗ്രസിന്. ആദ്യം കോൺഗ്രസ്, പിന്നീട് CPIM, ഇപ്പോൾ മമതാ ബാനർജി. ഒരു തവണ ഹൃദയത്തിലേറ്റിയവരെ പതിറ്റാണ്ടുകളോളം ഭരിക്കാൻ വിടുന്നതാണ് ബംഗാളിന്റെ രാഷ്ട്രീയ രീതി. ഒരിക്കൽ പടിയിറങ്ങിയവരോടാകട്ടെ യാതൊരു അനുകമ്പയും കാണിച്ച പതിവ് ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലില്ല. ഇന്ന് ഏറെക്കുറെ മാറിയിട്ടുണ്ട് ബംഗാൾ. ഇത്തവണ ബംഗാളി വോട്ടർമാർ പതിവ് രീതികൾ തെറ്റിക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. വിജയകുമാർ, ഒരു ചോദ്യം ജോസഫ് ചോദിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം പുട്ടിയിടാതെ ഇലക്ഷൻ സ്റ്റണ്ടിൽ ഇറങ്ങാൻ പാടുമോ? നമ്മൾ അത്ര പുട്ടിയൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ കരുതുന്ന പോലെ അത്രയും പുട്ടിയിടത്തില്ല. പക്ഷെ നമ്മുടെ ഈ കരകമ്പി അയച്ച ഒരാളുണ്ടല്ലോ, നമ്മുടെ സയ്യിദ് മുനീർ, അദ്ദേഹം ഒരു സോറി SK എന്ന് പറഞ്ഞിരിക്കുന്നു. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനത് വലിയ ഗൗരവത്തിലെടുത്ത് വായിച്ചൊന്നുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ട കാര്യം എന്താ പറയുക, നമ്മൾ മടിയിൽ കനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യം. നിങ്ങൾ സോറി പറഞ്ഞപ്പോൾ അത് സീരിയസ് ആയിപ്പോയി അല്ലേ? അത് വേണ്ട, താങ്കൾ സന്തോഷമായിട്ടിരിക്കുക. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. രോഹിണി മനോജ് പറയുന്നു, രാവിലെ എവിടെ പോയി, ഞങ്ങൾ ഏപ്രിൽ ഫുൾ ആക്കിയെന്ന് ചോദിച്ചു. അത് അങ്ങനെയല്ല കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെയൊക്കെ ഡയറക്ടറും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ വൈസ് ചെയർമാനുമായ VC പ്രവീൺ, അദ്ദേഹത്തിന് അമ്മ മരിച്ചു. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ വിയോഗമാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ കണ്ണൂർ വരെ പോയി. അതിലൊക്കെ അന്ത്യകർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് മടങ്ങിയപ്പോഴേക്കും നമ്മളിവിടെ തിരിച്ചെത്തിയപ്പം ഉച്ചയായി പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ കണ്ടില്ല. പക്ഷേ നാളെ രാവിലെ ഞാനുണ്ടാകും. അപ്പോൾ മാത്രമല്ല, നമ്മുടെ 2 സഹോദരിമാർ വളരെ കാര്യമായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടാണ് എൻ്റെ
തോന്നുന്നത് അതെ, അല്ലേ? അതെ. ഓക്കെ, അവര് പൊളിച്ചു എന്നാ ഞാൻ കേട്ടത്. നിങ്ങൾ അവരെ പൊളിക്കാതിരുന്നാൽ മതി.